വെളിപാടിൻ്റെ പുസ്തകം എൻ്റെ 23ാമത്തെ സിനിമയാണ്. 19 വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരുപാട് തവണ ഞാൻ കേട്ട ആ ചോദ്യത്തിനുള്ള ഉത്തരവുമാണ് ലാലേട്ടനുമായിട്ടുള്ളൊരു സിനിമ. ഇത് ഒരു കോളേജ് ബേസ്ഡ് സബ്ജക്റ്റാണ്. ഒരു കോളേജിലേക്ക് വൈസ് പ്രിൻസിപ്പളായി ചാർജ് എടുക്കാൻ വരുന്ന പ്രൊഫസർ മൈക്കിൾ ഇടിക്കുള എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ ഈ സിനിമയിൽ വരുന്നത്. ലാൽജോ സാറിൻ്റെ കൂടെയും ലാലേട്ടൻ്റെ കൂടെയും എൻ്റെ ആദ്യ സിനിമയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ ടെൻഷനോട് കൂടിയാണ് സെറ്റിൽ വന്നത്. പക്ഷേ ലാൽജോ സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊക്കെ കൂടി നമുക്ക് യാതൊരുവിധ അങ്ങനെയുള്ള ടെൻഷനോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഞാനങ്ങനെ സിനിമയിൽ വേറെ ആരും അസിസ്റ്റ് ചെയ്തിട്ടില്ല, അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സിനിമയും ഓരോ തരത്തിലുള്ള സ്കൂളാണ്. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സ്കൂളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പമുള്ള ആ ടെൻഷനും ആ എഡ്യൂക്കേഷനും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനൂപ് മേനൻ, അന്ന രാജൻ, ശരത് കുമാർ, അരുൺ കുര്യൻ, സിദ്ദീഖ്, പ്രിയങ്ക നായർ, ചെമ്പൻ വിനോദ്, സലീം കുമാർ എന്നിവരാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലെ മറ്റു താരങ്ങൾ. ഒരു പ്രത്യേകതയുള്ള സിനിമ തന്നെ വേണമെന്നുള്ളൊരു ആഗ്രഹം റൈറ്റർ എന്ന രീതിയിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു എഴുത്തുകാരന് എപ്പോഴും നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ വളരെയേറെ പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയുമാണ്. അപ്പോൾ ലാൽ ജോസിൻ്റെ സിനിമയുമാകണം, ഒപ്പം തന്നെ ഒരു മോഹൻലാൽ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വമായിരുന്നു എന്നിലുണ്ടായിരുന്നത്. അപ്പോൾ ദൈവാധീനം കൊണ്ട് അത് രണ്ടും ചേർന്നിട്ടുള്ള രീതിയിലുള്ള ഒരു കഥയും അതിൻ്റെ തിരക്കഥ എഴുതാനും സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാത്തരം പ്രേക്ഷകർക്കും രസിക്കുന്ന രീതിയിലുള്ള ഒരു എൻ്റർടൈനർ തന്നെയാണ് വെളിപാടിൻ്റെ പുസ്തകം.